അഴിമതിക്കുറ്റത്തിന് പോലീസ് എന്നെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ ഉണ്ടായ സാഹചര്യം ഞെട്ടിപ്പിക്കുന്ന ചില വെളിപ്പെടുത്തലുകൾ ധൈര്യമുള്ളവർക്ക് വേണ്ടി മാത്രം, അല്ലാത്തവർ ദയവായി ഈ വീഡിയോ കാണരുത്. നമസ്കാരം, സ്വാഗതം. ഇപ്പോൾ നീറ്റ് എക്സാമിനേഷൻ, നാഷണൽ എൻട്രൻസ് ആൻഡ് എലിജിബിലിറ്റി ടെസ്റ്റ് സംബന്ധമായ അഴിമതി, രാജ്യവ്യാപകമായ അഴിമതി, അതുമൂലം ഈ രാജ്യത്തെ ലക്ഷോപലക്ഷം യുവാക്കന്മാർക്ക്, വിദ്യാർത്ഥികൾക്ക് സംഭവിച്ച വലിയ ഘോരമായ അനീതി, അവർ സഹിക്കേണ്ടി വരുന്ന നിസ്സഹായത, അങ്കലാപ്പ്, അനിശ്ചിതാവസ്ഥ, ഇവയൊക്കെയും അനുദിനം നമ്മുടെ എല്ലാവരുടെയും ശ്രദ്ധയിൽ പതിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അതുകൊണ്ട് എൻ്റെ ശ്രദ്ധയിലും ഇത് പതിക്കുന്നുണ്ട്. എന്നാൽ ഇതൊക്കെ ഞാൻ ടെലിവിഷനിൽ കാണുമ്പോൾ എൻ്റെ മനസ്സ് ഏതാണ്ട് 10 വർഷങ്ങൾക്ക് മുൻപ് സംഭവിച്ച ഒരു വളരെ പ്രത്യേകതയുള്ള, ഇതിനോട് ബന്ധമുള്ള ഒരു സംഭവത്തിലേക്ക് മടങ്ങിപ്പോകുന്നുണ്ട്. അത് മറ്റൊന്നുമല്ല, അഴിമതിയിൽ എനിക്കെതിരെ ആരംഭിച്ച അന്വേഷണം. അപ്പോൾ അഴിമതി എന്നുള്ളത് നമ്മുടെ രാജ്യത്തെ പോലീസുകാർക്ക് അത് എല്ലാ സംസ്ഥാനങ്ങളിലും ഒട്ടും സഹിക്കാൻ വയ്യാത്തൊരു കാര്യമാണ് എന്ന് നിങ്ങൾക്ക് ഈ സംഭവത്തിൽ കൂടെ മനസ്സിലാകും. അതാണ് ഈ സംഭവത്തിൻ്റെ രചിതരേഖ. അതുകൊണ്ടാണ് ഇതിനെപ്പറ്റി നിങ്ങൾ അറിയുന്നത് നല്ലതാണ് എന്നെനിക്ക് തോന്നാൻ കാര്യം. ഞാൻ ആ സംഭവം എന്താണെന്ന് ആദ്യം നിങ്ങൾക്ക് ഒന്ന് വിവരിച്ചു തരട്ടെ. ഞാനന്ന് സെൻറ്റ് സ്റ്റീഫൻസ് കോളേജിൻ്റെ പ്രിൻസിപ്പലാണ്. ഡൽഹി യൂണിവേഴ്സിറ്റിയുടെ നിയമമനുസരിച്ച് എക്സാമിനേഷൻസ് നടത്തുന്നത് യൂണിവേഴ്സിറ്റിയാണ്. അപ്പം അങ്ങനെ യൂണിവേഴ്സിറ്റി നടത്തുന്ന എക്സാമിനേഷൻസ് കോളേജുകളിലാണ് അതിൻ്റെ എക്സാമിനേഷൻ സെൻറ്റേഴ്സ്. അപ്പോൾ എൻ്റെ സ്റ്റുഡൻസിൻ്റെയും എക്സാമിനേഷൻസ് യൂണിവേഴ്സിറ്റിയാണ് നടത്തുന്നത്. പക്ഷേ അത് അവരെഴുതുന്നത് കോളേജിൻ്റെ റൂമുകളിൽ വെച്ചായിരിക്കും. അപ്പോൾ ഇതിൻ്റെ സൂപ്പറിൻറ്റൻഡൻറ്റ് ഓഫ് എക്സാമിനേഷനായിട്ട് ഡൽഹി യൂണിവേഴ്സിറ്റി ഔദ്യോഗികമായി നിയമിക്കുന്നത് കോളേജുകളുടെ പ്രിൻസിപ്പൽമാരെയാണ്. അതുകൊണ്ട് എന്നെയും നിയമിച്ചു. അത് ഞാൻ പ്രിൻസിപ്പലായ നാൾ തൊട്ട് അങ്ങനെ തുടർന്നുകൊണ്ടേയിരുന്നു. എന്നാൽ ഞാൻ പ്രിൻസിപ്പലായ ആ വർഷം തൊട്ട് ഞാൻ അനുവർത്തിച്ച ആ ഒരു ക്രമീകരണം, എനിക്ക് പകരം സീനിയറായിട്ടുള്ള ഒരു ഫാക്കൽറ്റി മെമ്പറെ സൂപ്പറിൻറ്റൻഡൻറ്റ് ഓഫ് എക്സാമിനേഷൻ ആയിട്ട് ഞാൻ നിയമിക്കും. ഡൽഹി യൂണിവേഴ്സിറ്റി എന്നെ നിയമിക്കും. ആ അതോറിറ്റി, ആ അധികാരം ഞാൻ ഡെലിഗേറ്റ് ചെയ്ത് എൻ്റെ ഫാക്കൽറ്റി മെമ്പേഴ്സിൽ സീനിയറായിട്ടുള്ള ആരെയെങ്കിലും സൂപ്പറിൻറ്റൻഡൻറ്റ് ഓഫ് എക്സാമിനേഷനായിട്ട് നിയമിക്കുകയും ആ ഒരു നിയമനം നടന്നതായി ഞാൻ രേഖാമൂലം യൂണിവേഴ്സിറ്റിയെ അറിയിക്കുകയും ചെയ്യും. ഇതിൻ്റെ ഒരു കാരണം, സൂപ്പറിൻറ്റൻഡൻറ്റ് ഓഫ് എക്സാമിനേഷനായിട്ട് ജോലി ചെയ്യുന്നവർക്ക് അല്പം വരുമാനം വരും. പ്രിൻസിപ്പലായി ജോലി ചെയ്യുന്ന ഞാൻ അതിൻ്റെ വരുമാനത്തിൽ കവിഞ്ഞ് സൂപ്പറിൻറ്റൻഡൻറ്റ് ഓഫ് എക്സാമിനേഷൻ കൂടെ ആയി ജോലി നോക്കി, പ്രിൻസിപ്പലായി ജോലി നോക്കുമ്പോൾ എനിക്ക് ലഭിക്കുന്ന ഫുൾ സാലറി, അതിന് പുറമെ രണ്ടാമത് ഒരു വരുമാനം, അത് സ്വീകരിക്കുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ അന്തസ്സിന് ചേരാത്ത പണിയായത് കൊണ്ടാണ്, എന്ന് തോന്നിയത് കൊണ്ടാണ് ഞാൻ മറ്റൊരു സഹപ്രവർത്തകനെ, കോളേജിലെ ഒരു അധ്യാപകനെ അല്ലെങ്കിൽ അധ്യാപികയെ സൂപ്പറിൻറ്റൻഡൻറ്റ് ഓഫ് എക്സാമിനേഷനായിട്ട് നിയമിക്കും. അങ്ങനെ സൂപ്പറിൻറ്റൻഡൻറ്റ് ഓഫ് എക്സാമിനേഷനായി ആളെ നിയമിച്ചു എന്ന് ഞാൻ യൂണിവേഴ്സിറ്റി അറിയിച്ച ശേഷം യൂണിവേഴ്സിറ്റിയോട് കടപ്പെട്ട് ഈ ചുമതല നിർവഹിക്കേണ്ടത് അങ്ങനെ നിയമിക്കപ്പെട്ട ഒരു കൊളീഗാണ്, ഒരു അധ്യാപകനാണ് അല്ലെങ്കിൽ അധ്യാപികയാണ്. അങ്ങനെ നിയമിച്ച ശേഷം പ്രിൻസിപ്പലായ ഞാൻ ആ എക്സാമിനേഷൻ നടത്തുന്നതിൻ്റെ ഡീറ്റെയിൽസിൽ കൈകടത്താറില്ല. അത് നടത്തുന്നത് ശരിയുമല്ല എന്നാണ് ഞാൻ ധരിച്ചിരിക്കുന്നത്.
എന്നാൽ നിയമപരമായി നോക്കുമ്പോൾ ഇതിൻ്റെ ആത്യന്തികമായ ചുമതല എനിക്കാണ്. എങ്കിലും ഇതിൻ്റെ ഈ എക്സാമിനേഷൻസ് നടത്തുന്നതിനുള്ള വിവിധമായ കാര്യങ്ങൾ, ഉദാഹരണമായിട്ട് നല്ല ചൂടുള്ളപ്പോൾ അവിടെ എക്സാമിനേഷൻ എഴുതുന്ന വിദ്യാർത്ഥികൾക്ക് വെള്ളം കൊണ്ട് കൊടുക്കുക. വാട്ടർ മാൻ എന്നൊരു തസ്തികയുണ്ട്. അതുപോലെ തന്നെ ആ എക്സാമിനേഷൻ ഹാളിൽ ഇൻവിജിലേറ്റേഴ്സിനെയും ഒക്കെ സഹായിക്കാനായിട്ട് ഒരു ക്ലാസ് 4 ഈ വാട്ടർമാന് പകരം, വാട്ടർമാൻ എപ്പോഴും അവിടെ കാണുകയില്ല, വന്നും പോയും ഒക്കെ ഇരിക്കും. അങ്ങനെ ഒരു ആവശ്യമുണ്ടെങ്കിൽ അങ്ങനെ, അതായത് കാപ്പി കൊണ്ട് കൊടുക്കുക, എന്തെങ്കിലും പേപ്പർ സപ്ലൈ ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങൾ. അതൊക്കെയും എക്സാമിനേഷൻ കൺട്രോൾ റൂമിൽ നിന്നാണ് ഇവയൊക്കെയും നിശ്ചയിക്കുകയും തീരുമാനിക്കുകയും ചെയ്യുന്നത്. പ്രിൻസിപ്പൽ ഇതിന് ഡയറക്റ്റായിട്ട് യാതൊരു ഇൻവോൾവ്മെൻറ്റുമില്ല. കാരണം സൂപ്രണ്ടൻ്റ് ഓഫ് എക്സാമിനേഷൻ വേറൊരു വ്യക്തിയാണ്. അങ്ങനെ 2014 ഇന്ന് 10 വർഷം മുൻപ് ഒരു എക്സാമിനേഷൻ നടന്നപ്പോൾ അതിൽ ജോലി ചെയ്യാനായി തിരഞ്ഞെടുത്ത ക്ലാസ് 4 എംപ്ലോയീസ്, അതിൽ ഒരാൾക്ക് വരാനുള്ള അസൗകര്യം കൊണ്ട് അന്നേ ദിവസം വേറൊരു വ്യക്തിയെ ഡബിൾ ഡ്യൂട്ടി ഇട്ട് അവൻ്റെ കൂടെ ജോലി ചെയ്യിച്ചു. ജോലി ചെയ്തിട്ട് അവൻ്റെ പേര് അവിടെ കാണിക്കുന്നതിന് പകരം ഈ വരാൻ ഉദ്ദേശിച്ചിരുന്ന ആളിൻ്റെ പേര് തന്നെ കാണിച്ചിട്ട് ജോലി ചെയ്തവൻ ആ പൈസ കൊടുത്തു. ഇതാണ് സംഭവിച്ചത്. അപ്പോൾ അതിൻ്റെ ആകെ തുകയെന്ന് പറയുന്നത് എൻ്റെ കൂടിപ്പോയാൽ 140 150 രൂപയാണ് ആകെപ്പാടെയുള്ള തുക, ഇതിനകത്ത് ഇൻവോൾവ് ആയിട്ടുള്ള തുക. ഇങ്ങനെ ഈ എക്സാമിനേഷൻ നടന്ന ദിവസങ്ങളിൽ ഒരു 8 10 തവണ ഇങ്ങനെ സംഭവിച്ചതിൽ ഇങ്ങനെ തന്നെ ക്രമീകരണം ഞാൻ അറിയാതെ സൂപ്രണ്ടൻ്റ് ഓഫ് എക്സാമിനേഷൻ അന്നായിരുന്ന എൻ്റെ ഒരു കൊളീഗ് നടത്തി. അങ്ങനെ ഒരു ക്രമീകരണം നടത്തുന്നതിൽ എന്നോട് അനുവാദം ചോദിച്ചില്ല, ഞാനതിന് അനുവാദം നൽകുകയുമില്ല. അതെൻ്റെ അറിവിൽപ്പെട്ട കാര്യവുമല്ലായിരുന്നു. എന്നാൽ ഒരു ദിവസം ഡൽഹി പോലീസ് എൻ്റെ ഓഫീസിൽ കടന്നു വന്നു. അവരെന്നെ അന്വേഷണ വിധേയമാക്കാനായിട്ട് വന്നതാണ്. എന്താണ്? ഞാൻ കറപ്ഷൻ കാണിച്ചിരിക്കുന്നു. എന്താണ് കറപ്ഷൻ? എൻ്റെ ആഭിമുഖ്യത്തിൽ, എൻ്റെ അധികാരത്തിൻ്റെ കീഴിൽ നടന്ന പരീക്ഷയിൽ ഒരാൾ മാറാട്ടം നടത്തി തൽഫലമായി സർക്കാരിന് ഏതാണ്ട് 1200-ൽ പരം രൂപയുടെ നഷ്ടം വന്നിരിക്കുന്നു. അതിന് ഞാൻ ഉത്തരം പറയണം. അപ്പോൾ അതിന് ആൻറ്റി കറപ്ഷൻ നിയമത്തിൻ്റെ ഇന്ന വകുപ്പ് അതനുസരിച്ച് ശക്തമായ നടപടികൾ എടുക്കണം, അതിൻ്റെ ഉത്തരം വേണം ഒക്കെ വരികയാണ്. അപ്പം ഞാൻ പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ ജോലി ചെയ്തോളൂ, എന്നെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി വിചാരണ ചെയ്യണമെങ്കിൽ ഇൻവെസ്റ്റിഗേഷനുകൾ ചെയ്തോളൂ, ഇതാ ഞാൻ തയ്യാറാണ്. കാരണം നിങ്ങൾ വളരെ സത്യസന്ധമായിട്ടാണ് എല്ലാം കൈകാര്യം ചെയ്യുന്നത് എന്ന് ഇതുവരെയുള്ള അനുഭവം കൊണ്ട് എനിക്കറിയാം. അതുകൊണ്ട് ഇങ്ങനെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ നിങ്ങൾ എൻ്റെ ഓഫീസിൽ വന്നതിൻ്റെ കാര്യം എന്താണെന്ന് എനിക്കറിയാം. അടുത്ത ഇലക്ഷനിൽ നിങ്ങൾക്ക് താല്പര്യമുള്ള, എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ സീനിയറായിട്ടുള്ള ഓഫീസേഴ്സിന് താല്പര്യമുള്ള 1 2 വിദ്യാർത്ഥികൾ കാണും. അവർക്ക് ഞാനിപ്പോൾ അഡ്മിഷൻ വാഗ്ദാനം ചെയ്യണം. ഇതിനല്ലേ വന്നത്? അത് നിങ്ങൾ പറയണ്ട, എനിക്കറിയാം. നിങ്ങളൊരു കാര്യം ചെയ്യണം, തിരിച്ച് ചെന്ന് നിങ്ങളുടെ ഏമാന്മാരോട് പറയണം, ആ കളി ഇങ്ങോട്ട് വേണ്ടെന്ന് പറയണം. ഞാൻ ജയിലിൽ പോകാൻ തയ്യാറാണ്, ധൈര്യമുണ്ടെങ്കിൽ ഈ അന്വേഷണം മുൻപോട്ട് കൊണ്ടുപോകണം എന്ന് ഞാൻ പറഞ്ഞപ്പോൾ അവർക്ക് കാര്യം മനസ്സിലായി. അവർ അന്ന് എൻ്റെ ഓഫീസിൽ നിന്ന് ഇറങ്ങിപ്പോയതാണ്, പിന്നെ വന്നിട്ടുമില്ല. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, അങ്ങനെയുള്ള ഒരു കൊതുക് പോലെയുള്ള ഒരു സംഭവം, അതായത് യൂണിവേഴ്സിറ്റി എക്സാമിനേഷൻ നടത്തുന്നു, അതിനകത്ത് യൂണിവേഴ്സിറ്റി അനുവദിക്കുന്ന ക്ലാസ് 4 തസ്തികകളുണ്ട്. അത് 2 ആഴ്ച 3 ആഴ്ച മാത്രം ആയുസ്സുള്ളൊരു തസ്തികയാണ്. അവിടെ 14 അല്ലെങ്കിൽ 16 ക്ലാസ് 4 പ്യൂൺസ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം, അങ്ങനെയുള്ളവരെ നിയമിക്കുന്നു. അതിൽ 1-2 ആളുകൾക്ക് വരാൻ കഴിയാതെ വരുന്നതിൻ്റെ ഫലമായി അവിടെ ഉള്ള ആളുകളെ കൊണ്ട് ഡബിൾ ഡ്യൂട്ടി ചെയ്യിച്ച്
അവർ ഡ്യൂട്ടി ചെയ്തതിൻ്റെ പ്രതിഫലം അവർക്ക് കൊടുത്തു. ഇതാണ് കറപ്ഷൻ. എന്നാൽ മറ്റേ ആളിന് കൊടുക്കേണ്ടതായിരുന്നു. വരാതെ ഏതോ അസൗകര്യം കൊണ്ട് വരാതിരുന്ന ഒരു വ്യക്തിക്കത് കൊടുക്കാതിരുന്ന് ഇവർക്ക് തന്നെ കൊടുത്തത് ആൾമാറാട്ടമാണ്. ഇത് വലിയ കറപ്ഷനാണ്, അതുകൊണ്ട് നടപടിയെടുക്കും. ഇതാണ് പരിപാടി. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, അഴിമതിയില്ലാതെ ഒരു കാര്യവും നടക്കണമെന്ന് ഈ രാജ്യത്ത് ആർക്കെങ്കിലും ആത്മാർത്ഥമായ താല്പര്യമുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. പിന്നെ അഴിമതി എന്നൊക്കെ പറയുന്നത് താല്പര്യമില്ലാത്ത ആളുകളെ, തങ്ങൾക്ക് അസൗകര്യമായ നിലപാടെടുക്കുന്നതെന്ന് തോന്നുന്നവരെ അടിക്കാനായിട്ടുള്ള ലാത്തിയാണ് എന്നതാണ് എൻ്റെ അനുഭവം. എനിക്കിങ്ങനെ പലവിധമായ പ്രതിസന്ധികൾ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. അതിൻ്റെയൊക്കെ കാരണം ഞാൻ അഴിമതിക്ക് വഴങ്ങിയില്ല എന്നത് തന്നെയാണ്. കൂടുതലായ അനുഭവങ്ങൾ പറഞ്ഞ് നിങ്ങളെ ബോറടിക്കുന്നില്ല. അപ്പോൾ നമുക്കിനിയും ബീഹാറിലും യു പിയിലും മറ്റ് രാജ്യത്തിൻ്റെ വിവിധ സംസ്ഥാനങ്ങൾ നടക്കുന്ന നീറ്റ് എക്സാമിനേഷൻ സംബന്ധിച്ചുള്ള ഭീമമായ അഴിമതിയുടെ ചുരുൾ അഴിഞ്ഞുകൊണ്ടേയിരിക്കുന്ന സാഹചര്യം. എന്നെ കേൾക്കുന്ന സുഹൃത്തുക്കളെ, നിങ്ങൾ ആരെങ്കിലും വിചാരിക്കുന്നുണ്ടോ അഴിമതിയില്ലാതെ നമ്മുടെ നാട്ടിൽ എന്തെങ്കിലും നടക്കുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? ഇവിടെ നമ്മുടെ നാട്ടിൽ ഇപ്പോഴുള്ള സ്ഥിതി വിശേഷം അഴിമതിയല്ല പ്രശ്നം, ആര് നടത്തുന്നു എന്നുള്ളതാണ് പ്രശ്നം. ഇപ്പോൾ ഇത്ര തുറന്ന മട്ടിൽ വ്യാപകമായി വളരെ ധൈര്യത്തോടെ നീറ്റ് എക്സാമിനേഷൻ ലക്ഷക്കണക്കിന് കുട്ടികൾ പങ്കെടുക്കുന്ന എക്സാമിനേഷനാണ്. മനസ്സിലാക്കണം, ഈ രാജ്യത്തെ മെഡിക്കൽ അഡ്മിഷൻ മുഴുവനും നിയന്ത്രിക്കുന്ന എക്സാമിനേഷനാണ്. ഒരു മെഡിക്കൽ അഡ്മിഷൻ ഈ കാലത്ത് 1 കോടി രൂപ 1.5 കോടി രൂപ നല്ല സന്തോഷത്തോടെ നല്ല ചുട്ട കറൻസി നോട്ട് എഴുതി കൊടുക്കാൻ തയ്യാറായിട്ട് ആളുകൾ നടക്കുമ്പോൾ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ കൂടെ ഒരു 30 ലക്ഷം രൂപ മുടക്കി ഒരു ക്വസ്റ്റ്യൻ പേപ്പർ വാങ്ങിച്ച് സുന്ദരമായിട്ട് മെഡിക്കൽ കോളേജ് അഡ്മിഷൻ യാതൊരു അർഹതയുമില്ലാതെ പ്രാപിക്കാമെങ്കിൽ അതിൽ 30 ലക്ഷം വെച്ച് ഡെപ്പോസിറ്റ് ചെയ്യാൻ എത്രയോ ആളുകൾ ക്യൂ നിൽക്കുമെന്ന് നിങ്ങൾക്കറിയാമോ? അങ്ങനെ ഉള്ള സാഹചര്യങ്ങൾ ഉണ്ടാകത്തക്കവണ്ണമാണ് ഇവയൊക്കെയും ക്രമീകരിച്ചിരിക്കുന്നത്. ഈ നീറ്റ് എക്സാമിനേഷൻ വന്നപ്പോൾ അതിനായി കൊടുത്ത ന്യായീകരണം എന്താണ്? യാതൊരു അഴിമതിയുമില്ലാതെ വിദ്യാർത്ഥികൾക്ക് ഏറ്റവും സൗകര്യമായി സിംഗിൾ വിൻഡോ പ്രോസസ്സ് ഞങ്ങളിത് ആവിഷ്കരിച്ചിരിക്കുന്നു. അത് മറ്റുള്ളവർ നടത്തിയാൽ അത് അഴിമതി ഉണ്ടാകും. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഈ നീറ്റ് എക്സാമിനേഷനിൽ കൂടെ അഡ്മിഷൻ നടക്കേണ്ട ഒരു സ്ഥാപനം ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് വെല്ലൂരാണ്. ഈ രാജ്യത്ത് ഏതെങ്കിലും ഒരു മാതൃകാ സ്ഥാപനം ഇന്ന് ഉണ്ടെങ്കിൽ അത് ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് വെല്ലൂർ തന്നെയാണെന്ന് 25 വർഷം അതിൻ്റെ ഉള്ളിൽ വളരെ കാര്യക്ഷമമായി പ്രവർത്തിക്കുവാൻ അവസരം ലഭിച്ച ഒരു വ്യക്തി എന്ന നിലയിൽ എനിക്ക് സധൈര്യം സാക്ഷീകരിക്കാൻ കഴിയും. എന്ന് മാത്രവുമല്ല, മെഡിക്കൽ അഡ്മിഷൻ എൻട്രൻസ് എക്സാമിനേഷൻ നടത്തിയിട്ട് വേണം നിർവഹിക്കേണ്ടത് എന്ന് ഭാരതത്തിൽ ആദ്യമായി പറഞ്ഞത് ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് വെല്ലൂരാണ്. അവിടെ നിന്നാണ് എൻട്രൻസ് ടെസ്റ്റ് എന്ന ആശയം ഭാരതത്തിൻ്റെ മറ്റുള്ള മേഖലയിലേക്ക് പ്രവേശിച്ചത്. എന്തുകൊണ്ടാണ് ഈ രാജ്യത്ത് ആദ്യമായിട്ട് മെഡിക്കൽ എൻട്രൻസ് ടെസ്റ്റ് വേണമെന്ന് ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് പറഞ്ഞത്? അവർ നടത്തുന്ന അഡ്മിഷൻ അത്രമാത്രം മേൽത്തരവും നീതി ന്യായ അടിസ്ഥാനത്തിലും ആയിരിക്കണമെന്നും ആ പ്രക്രിയയിൽ കൂടെ ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജിൽ മെഡിക്കൽ വിദ്യാഭ്യാസത്തിന് ചേരുന്ന ആളുകൾ അതിന് ഏറ്റവും അർഹതയുള്ളവരായിരിക്കണം എന്ന് തിട്ടപ്പെടുത്തുക ആ ഒരു സ്ഥാപനത്തിൻ്റെ മുഖ്യ ലക്ഷ്യമായിരുന്നു. അല്ലെങ്കിൽ അങ്ങനെ ഒരു ആശയം ഉദിക്കേണ്ട കാര്യമില്ല. എന്നാൽ അത്രമാത്രം ഈ നാളിതുവരെ ഒരിക്കൽ പോലും ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് വെല്ലൂരിൽ നടത്തിയ ഏതെങ്കിലും ഒരു അഡ്മിഷനിൽ ഒരു ക്രമക്കേടുണ്ട് എന്ന് ഒരു ആരോപണം ഉണ്ടായിട്ടില്ല എന്നിരിക്കെ ആ സ്ഥാപനത്തിന് അവർ തന്നെ ഈ എൻട്രൻസ് ടെസ്റ്റ് നടത്തി അഡ്മിഷൻ നടത്താനുള്ള അവകാശം ഭാരതത്തിൻ്റെ ഭരണഘടന നിഷ്കർഷിക്കുന്ന അനുവദിച്ചിട്ടുള്ള അവകാശം മനസ്സിലാക്കണം. അതവരിൽ നിന്ന് പിടിച്ചു പറിച്ചിട്ട് അവിടുത്തെ അഡ്മിഷനും ഈ നീറ്റിൻ്റെ കീഴിലാക്കിയിരിക്കുകയാണ്. നിങ്ങൾ മനസ്സിലാക്കണം.
ഇത് സംഭവിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം മെഡിക്കൽ അഡ്മിഷൻ അത്രമാത്രം ഡിമാൻഡുള്ളത് കൊണ്ടാണ്. ഡിമാൻഡുള്ള ഏതെങ്കിലും കമ്മോഡിറ്റി, ഞാൻ കമ്മോഡിറ്റി എന്ന വാക്ക് മനഃപൂർവ്വം ഉപയോഗിക്കുകയാണ്. ഇതൊരു അഡ്മിഷൻ ഒരു ചരക്കാണ്. വിദ്യാഭ്യാസം ഒരു ചന്തയാണ്. അവിടെ വിൽക്കുന്നൊരു ചരക്കാണ് അഡ്മിഷൻ. ഈ ചരക്ക് വളരെ ലാഭം കൊണ്ടുവരുന്ന ചരക്കാണ്. ഇത് കൈകാര്യം ചെയ്യാൻ ആരെയാണ് നിയമിക്കുന്നത്? അങ്ങനെ നിയമിക്കപ്പെടുന്ന ആളുകളുടെ യോഗ്യത എന്താണ്? അവരുടെ ട്രാക്ക് റെക്കോർഡ് എന്താണ്? എന്ത് പരിഗണനയിലാണ് ഇങ്ങനെയുള്ളവരെ നിയമിക്കുന്നത്? ഇതൊന്നും ചോദിക്കാൻ ഈ നാട്ടിലെ ആളുകളില്ല. ഞാനൊരു കാര്യം കൂടെ പറഞ്ഞുകൊള്ളട്ടെ. ഈ നീറ്റ് എക്സാമിനേഷൻ നടക്കാനുള്ള ക്രമീകരണങ്ങൾ മുഴുവനും പൂർത്തിയാക്കുകയും നടത്തുകയും ചെയ്തത് 2024 ഇലക്ഷന് മുൻപാണ്. വളരെ ധൈര്യത്തോടുകൂടെയാണ് ഈ തുറന്ന ചന്ത ഇവിടെ കൊണ്ട് സ്ഥാപിച്ചത്. അതിൻ്റെ കാരണം ആ ഇലക്ഷനിൽ കൂടെ ഒരു പാർട്ടിക്ക് 400-ൽ പരം സീറ്റ് കിട്ടുമെന്നും അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ ഒന്നിനും ഉത്തരം പറയേണ്ട ആവശ്യമുണ്ടാകുകയില്ലെന്നും ഇങ്ങനെയുള്ള കാര്യങ്ങളെപ്പറ്റി ഒരു ചോദ്യം ചോദിക്കാൻ ആരും ധൈര്യപ്പെടുകയോ ഇല്ല എന്ന ഒരു പരിഗണന ഇതിൽ പ്രവർത്തിച്ചിട്ടുണ്ടോ എന്നെനിക്ക് നേരിയ സംശയമുണ്ട്. വളരെ നേരിയ സംശയമുണ്ട്. അങ്ങനെ തന്നെയാണ് എന്ന് തെളിയിക്കുവാൻ എൻ്റെ കയ്യിൽ ഒരു തെളിവുമില്ല. പക്ഷേ എനിക്കൊരു ചെറിയ നേരിയ സംശയമുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് എനിക്ക് ഞങ്ങൾക്ക് 400 സീറ്റ് വേണം, 400 സീറ്റ് വേണം, 400 സീറ്റ്, ഇങ്ങനെ ഒരു കാര്യം മാത്രമല്ല പല കാര്യങ്ങളും ഉൾപ്പെട്ടിട്ടുണ്ട് എന്നതൊരു നേരിയ സംശയം എനിക്കുണ്ട്. വെറും സംശയം മാത്രമാണ്, യാതൊരു അടിസ്ഥാനവും അതില്ല, അതുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലായിരിക്കാം. പക്ഷേ എൻ്റെ മനസ്സിൽ ഞാനൊരു വയസ്സനായതുകൊണ്ടും ഇങ്ങനെയുള്ള കാര്യങ്ങളെപ്പറ്റി വലിയ ഭീതി പെട്ടെന്ന് ഉദിക്കാവുന്ന ഒരവസ്ഥയിലാണ്. പ്രായം ചെന്നവർക്ക് അങ്ങനെ ഇറാഷണൽ ഫിയേഴ്സ് ഉണ്ടാകുമെന്ന് മനഃശാസ്ത്രജ്ഞന്മാരോട് ചോദിച്ചാൽ അവർ പറഞ്ഞുതരും. അപ്പോൾ അങ്ങനെ എൻ്റെ ഒരു ഇറാഷണൽ ഫിയർ ആയിരിക്കും. അങ്ങനെ തന്നെയാണ്. അപ്പോൾ അതങ്ങനെ നിൽക്കുന്നത്. ഇനി ഞാൻ ഒരു കാര്യം കൂടെ പറയാം. ഇത് വളരെ ആത്മധൈര്യത്തോടെ ഞാൻ പറയാം, നേരിയതായിട്ടല്ല, ധൈര്യത്തോടെ ഞാൻ പറയാൻ പോകും. അതായത് നിങ്ങൾ വികസിത രാജ്യങ്ങളിൽ വിദ്യാഭ്യാസത്തെപ്പറ്റി ഏത് തരത്തിലുള്ള സമീപനമാണ് എന്ന് ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ. കഴിഞ്ഞ 300 വർഷത്തെ ഉന്നത വിദ്യാഭ്യാസത്തെ പറ്റിയുള്ള, പ്രൊഫഷണൽ വിദ്യാഭ്യാസത്തെ പറ്റിയുള്ള ചരിത്രം, അത് സംബന്ധമായിട്ടുള്ള രേഖകൾ, പുസ്തകങ്ങൾ, റിപ്പോർട്ടുകൾ ഞാൻ വായിച്ചിട്ടുണ്ട്. ഞാൻ വിദ്യാഭ്യാസ മേഖലയിലായിരുന്നതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ വളരെ വസ്തുനിഷ്ഠമായി റിസർച്ച് ചെയ്ത് പഠിക്കാൻ ഞാൻ സമയം ചിലവാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് മനസ്സിലായിട്ടുള്ള പല കാര്യങ്ങളുണ്ട്. അതിലൊന്ന് ഈ തരുണത്തിൽ പ്രസ്താവിക്കുക അനിവാര്യമായതുകൊണ്ട് ഞാൻ ചെയ്യുകയാണ്. വിദ്യാഭ്യാസത്തെ വിലമതിക്കുന്ന ഒരു സമൂഹത്തിലും ഒരു രാഷ്ട്രത്തിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ ആന്തരികമായ സ്വാതന്ത്ര്യം, ഓട്ടോണമി എന്ന വാക്ക് പറയും, ഓട്ടോണമി ഓഫ് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ജർമ്മൻ ഫിലോസഫറായിരുന്ന നീറ്റ്ഷെ എഴുതിയ ഒരു പുസ്തകമുണ്ട്, സ്കൂൾ എഡ്യൂക്കേഷൻ ഇൻ ജർമ്മനി. അല്ല, അദ്ദേഹം പറയുന്നത് കോളേജും യൂണിവേഴ്സിറ്റിയും സ്വതന്ത്രമാണെന്ന് പോട്ടെ, ജർമ്മനിയിൽ വിദ്യാഭ്യാസം നന്നാകണമെങ്കിൽ ഓരോ സ്കൂളും, പ്രൈമറി സ്കൂള് പോലും ഓട്ടോണമസ് ആകണം. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ അനാവശ്യമായി നിയന്ത്രിക്കുകയും അതിൻ്റെ പ്രവർത്തനത്തിൽ കൈകടത്തുകയും അലങ്കോലമുണ്ടാക്കുകയും ചെയ്യുന്ന പരിപാടി ഒരു രാജ്യത്തോട് ചെയ്യുന്ന അപരാധമാണ് എന്നതാണ് വികസിത രാജ്യങ്ങളിൽ യാതൊരു വ്യത്യാസവുമില്ലാതെ എല്ലായിടത്തും സ്ഥിതി ചെയ്യുന്ന സമീപനം. അതുകൊണ്ട് വിദ്യാഭ്യാസപരമായ കാര്യങ്ങൾ വികേന്ദ്രീകരിക്കണം, ഡീസെൻട്രലൈസ് ചെയ്യണം. എന്നാൽ മാത്രമേ ഓരോരോ സ്ഥാപനങ്ങളും അതിൻ്റെ സാധ്യതകൾ, അതിൻ്റെ പ്രത്യേകതകൾ അനുസരിച്ച് അന്വേഷിച്ച് മനസ്സിലാക്കി അപ്രകാരം പ്രവർത്തിക്കുകയും ആ ഓരോ സ്ഥാപനത്തിൻ്റെയും സാധ്യതകൾ ഫുൾഫില്ല് ചെയ്യപ്പെടുകയും അതിൻ്റെ പൂർണ്ണതയിൽ എത്തിക്കുവാൻ സാധ്യമാകുകയും ചെയ്യുകയുള്ളൂ. ദൂരത്ത് നിന്ന് നിയന്ത്രിക്കുന്ന സ്ഥാപനങ്ങൾ അവ അതുപോലെ അവിടെ കിടന്നു പോകും. വിദ്യാഭ്യാസത്തോട് ചെയ്യുന്ന അപരാധമാണിത്. ഇപ്പം ഞാനൊരു ഉദാഹരണം പറയാം. സെൻറ്റ് സ്റ്റീഫൻസ് കോളേജിന് അതിൻ്റെ വിദ്യാർത്ഥികളെ തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. 1992
സുപ്രീം കോടതി നടത്തിയ വിധി പ്രസ്താവത്തിൽ സെൻറ്റ് സ്റ്റീഫൻസ് കോളേജ് ഒരു ന്യൂനപക്ഷ വിദ്യാഭ്യാസ സ്ഥാപനമാണെന്നും അതിൻ്റേതായ അഡ്മിഷൻ പ്രൊസീജിയർ അവലംബിക്കാനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ട് എന്നും സുപ്രീം കോടതി അഭിപ്രായപ്പെട്ടു. അത് കോളേജിന് വലിയ നന്മ ചെയ്തു. അങ്ങനെ കോളേജ് നടത്തുന്ന സിലക്ഷൻ പ്രോസസ്സിൽ കൂടെ അതിൽ പങ്കെടുത്ത് അവരുടെ യോഗ്യത തെളിയിച്ച് കോളേജിൽ ചേരാൻ അവസരം ലഭിക്കുന്ന കുട്ടികൾ, അവർക്ക് കോളേജുമായി വളരെ ആഴമുള്ള ആത്മാർത്ഥതയുള്ള ഒരു കൂറുണ്ടായിരിക്കും, ഒരു സ്നേഹമുണ്ടായിരിക്കും. ഞാൻ ഈ സ്ഥാപനത്തിൻ്റെ അംഗമാണ് എന്നൊരു ബോധ്യം, എ സെൻസ് ഓഫ് ബിലോങ്ങിങ് ഉണ്ടായിരിക്കും. ആ സ്ഥാനത്ത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. അങ്ങ് ദൂരെ എങ്ങോ ആരോ നടത്തുന്ന ഒരു എലിജിബിലിറ്റി ടെസ്റ്റ്, യോഗ്യതാ പരീക്ഷ, അതിലെനിക്ക് 92 അല്ല 98 മാർക്ക് കിട്ടി 100-ൽ. ഇതാ എനിക്ക് അഡ്മിഷൻ വേണമെന്ന് പറഞ്ഞ് നിൽക്കുക. അങ്ങനെ വരുന്നവരെ നിരാകരിക്കാൻ പോയാൽ ഞാൻ അവരെ അഡ്മിറ്റ് ചെയ്തു. അവർക്ക് കോളേജുമായിട്ട് എന്ത് ബന്ധമാണ് ഉണ്ടാകുന്നത്? എന്ത് കൂറാണ് ഉണ്ടാകുന്നത്? അങ്ങനെ വരുന്ന ആളുകളും കോളേജിലെ അധ്യാപകരും തമ്മിലുള്ള ബന്ധത്തിൽ ഏത് തരത്തിലുള്ള സന്തോഷവും വെളിച്ചവുമാണ് ഉണ്ടാകുന്നത്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഈ ഒരു പ്രക്രിയ തന്നെ വിദ്യാഭ്യാസത്തോട് കാണിക്കുന്ന അപരാധമാണ്. പക്ഷേ ഇതിനെ സാധൂകരിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഇതിനെ ന്യായീകരിച്ചുകൊണ്ട് പറയുന്നത് എന്താണ്? വിദ്യാഭ്യാസ മേഖലയിൽ കുട്ടികളുടെ യോഗ്യത നിശ്ചയിക്കാനുള്ള പരീക്ഷകൾ സത്യസന്ധമായി നടത്തുവാനുള്ള ഒരു ഉത്തരവാദിത്ത ബോധമോ സ്വഭാവശുദ്ധിയോ വിദ്യാഭ്യാസ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആർക്കുമില്ല. ഞങ്ങൾക്ക് മാത്രമേ അതുള്ളൂ, അല്ലെങ്കിൽ ഞങ്ങൾ നിയമിക്കുന്ന ആളുകൾക്ക് മാത്രമേ ഉള്ളൂ. അങ്ങനെയുള്ള ചില പരിശുദ്ധന്മാരെ ഞങ്ങൾ അന്വേഷിച്ച് പിടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. അവരെ എല്ലാം കൊണ്ടിരുത്തിയിരിക്കുന്ന സ്ഥലത്തിൻ്റെ പേരാണ് NTA, നാഷണൽ ടെസ്റ്റിംഗ് അതോറിറ്റി. അവിടെയുള്ള ഓരോരുത്തരും പരിശുദ്ധന്മാരാണ്. സെയിൻറ്റ് സോ ആൻഡ് സോ, സെയിൻറ്റ് സോ ആൻഡ് സോ, സെയിൻറ്റ് സോ ആൻഡ് സോ. അവിടെ ഇരിക്കുന്ന മുഴുവനും സെയിൻസാണ്. അതുകൊണ്ട് നിങ്ങൾ കണ്ണുമടച്ച് വിശ്വസിക്കാം, നടക്കുന്നത് മുഴുവനും പരിശുദ്ധമായിരിക്കും, അതിൽ യാതൊരു അഴുക്കുമുണ്ടാകുകയില്ല. അഴിമതി എന്ന് പറഞ്ഞാൽ അതിൻ്റെ 4 അയലത്ത് വരാനൊക്കത്തില്ല. ഇതാണ് നമുക്ക് നൽകുന്ന ഈ പഴങ്കഥ. അത് ഏത് സാഹചര്യത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് എന്നതിൻ്റെ വെളിപ്പെടുത്തലാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഇപ്പോഴിങ്ങനെ വ്യാപകമായ ദേശവ്യാപകമായ അഴിമതി ഉണ്ട് എന്ന് തെളിയുന്നു. ആ അഴിമതിയെ ഞങ്ങൾ കടിഞ്ഞാണിടും എന്ന് പറയുന്നത് കൊണ്ടായില്ല. ഇത് മറ്റാരും അത് പറയാത്തതുകൊണ്ട് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. അഴിമതിയെ തൽക്കാലം നിയന്ത്രിച്ചു എന്നതുകൊണ്ട് മാത്രം വിദ്യാഭ്യാസ മേഖലയ്ക്ക് യാതൊരു പുരോഗതിയും ഉണ്ടാകുകയില്ല. വിദ്യാഭ്യാസ മേഖലയ്ക്ക് പുരോഗതി ഉണ്ടാകണമെങ്കിൽ വിദ്യാഭ്യാസം എന്താണെന്നും ആ വലിയ ശുശ്രൂഷ നടത്തുന്ന സ്ഥാപനങ്ങൾക്കുണ്ടാകേണ്ട അവകാശങ്ങൾ എന്താണെന്നും ഈ മേഖലയിൽ സേവനം ചെയ്യുന്ന ആളുകളിൽ ഉണ്ടാകേണ്ട കർത്തവ്യബോധം എന്താണെന്നും അവരുടെ കഴിവുകളും യോഗ്യതകളും എന്താണെന്നും വിദ്യാഭ്യാസത്തെ പറ്റിയുള്ള അവരുടെ വിചിന്തനം എന്താണെന്നും ഒരു സംസ്ഥാനത്ത്, ഒരു രാജ്യത്ത് സ്ഥിതി ചെയ്യുന്ന സംസ്കാരത്തിൽ വിദ്യാഭ്യാസത്തിന് കൽപ്പിക്കപ്പെടുന്ന പ്രാധാന്യം എന്താണെന്നും ഇങ്ങനെയുള്ള അനേക ഘടകങ്ങളെപ്പറ്റി സത്യസന്ധമായൊരു ഉത്തരവുണ്ടാകണം. ഇപ്പോൾ നമ്മുടെ രാജ്യത്ത് നിങ്ങൾ ഇനി അടുത്ത ബഡ്ജറ്റ് വരാൻ പോവുകയാണല്ലോ. നിങ്ങൾ ബഡ്ജറ്റ് വരുമ്പോൾ ശ്രദ്ധിക്കണം. നമ്മുടെ ബഡ്ജറ്റിൽ വിദ്യാഭ്യാസത്തിന് എന്ത് സ്ഥാനമാണ് കൽപ്പിക്കുന്നത്? ലാസ്റ്റ് പ്രയോറിറ്റി. കാരണം ആരും വിദ്യാഭ്യാസത്തിൽ നിന്നൊന്നും പ്രതീക്ഷിക്കുന്നില്ല. അങ്ങനെയുള്ളൊരു കാഴ്ചപ്പാടിന് സ്ഥിതി ചെയ്യുന്ന സ്ഥാപനങ്ങൾ കേന്ദ്രത്തിൽ നിന്ന് നിയന്ത്രിക്കുമ്പോൾ ഇവിടെ ആകെപ്പാടെ ക്രിയേറ്റ് ചെയ്യാവുന്ന ഒരേ ഒരു മനോഭാവം, ഇതിൽ നിന്ന് എത്രമാത്രം എനിക്ക് വെട്ടി വിഴുങ്ങാം, പിന്നെ നിയമത്തിൻ്റെ കയ്യിൽ പിടികൊടുക്കാതെ എനിക്ക് ശതകോടികൾ എങ്ങനെ ഉണ്ടാക്കാം, ഇങ്ങനെ മാത്രമേ ചിന്തിക്കുകയുള്ളൂ. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. അതുകൊണ്ട് ഈ പ്രശ്നം ചില ആളുകളുടെ മാത്രം പ്രശ്നമല്ല. ഇത് ഈ ക്രമീകരണത്തിൻ്റെ, ഈ ഒരു അറേഞ്ച്മെൻറ്റിൻ്റെ, ഈ ഒരു സിസ്റ്റത്തിൻ്റെ അനിവാര്യമായ, അതിൽ നിന്ന് ഈ അവസ്ഥ നിലനിൽക്കുന്നിടത്തോളം കാലം ഒരിക്കലും നിർമ്മാർജ്ജനം ചെയ്യാൻ കഴിയാത്ത ഒരു ശാപമാണ്. ഇവിടെ വിദ്യാർത്ഥികളെ കരുതുന്നൊരു സംസ്കാരം നമുക്കില്ല.
ഇവിടെ വിദ്യാഭ്യാസം എന്നത് പരിശുദ്ധമായൊരു പ്രക്രിയയാണ് എന്ന് തിരിച്ചറിയുന്ന, എന്ന് വാഗൊണ്ട് പറയും, പക്ഷേ പ്രവൃത്തിയിൽ കൂടെ അത് തെളിയിക്കുന്ന ഒരു നേതാവും നമുക്കില്ല. ഞാൻ പണ്ട് പല ലേഖനങ്ങളിൽ ഭാരതത്തിൻ്റെ വിദ്യാഭ്യാസം കൈകാര്യം ചെയ്യേണ്ടത് ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രിമാരാണ്, മറ്റാരും ആകരുത് എന്ന് ഞാൻ ആവർത്തിച്ച് അഭിപ്രായപ്പെട്ടതിൻ്റെ കാര്യം, വിദ്യാഭ്യാസത്തിനൊരു രാഷ്ട്രം കൽപ്പിക്കേണ്ട മുൻതൂക്കം, പ്രയോറിറ്റി എന്താണ് എന്നതിനെപ്പറ്റി നമുക്ക് വ്യക്തമായ ധാരണയുണ്ടാകണം. ഇത് വിദ്യാഭ്യാസത്തിൽ ഏത് കാളയ്ക്കും കയറി കളിക്കാം എന്നൊരവസ്ഥയിൽ പിന്നെ ഇവിടെ ആകെപ്പാടെയുള്ളത് യുവതീയുവാക്കന്മാരുടെ സ്വപ്നങ്ങൾക്കനുസരണമായി അവർക്ക് വിദ്യാഭ്യാസം ചെയ്യാനുള്ള യാതൊരു ക്രമീകരണങ്ങളുമില്ല. ഇപ്പോൾ 100 പേർക്ക് ഹയർ എഡ്യൂക്കേഷൻ വേണമെങ്കിൽ 15 പേർക്ക് മാത്രം അഡ്മിഷൻ കൊടുക്കുന്ന സർക്കാരിൻ്റെ കണക്കനുസരിച്ച് 23 പേർക്ക് മാത്രം അഡ്മിഷൻ കൊടുക്കത്തക്ക ഉപാധികളെ നമുക്കുള്ളൂ. ആ 23% അഡ്മിഷൻ കിട്ടുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ അവസ്ഥ പറയാതിരിക്കുന്നതാണ് നല്ലത്. വാസ്തവത്തിൽ നമ്മുടെ യുവതീയുവാക്കന്മാരുടെ കഴിവനുസരിച്ച് അവർക്ക് വിദ്യ അഭ്യസിക്കുന്നതിന് ഉതകുന്ന തരത്തിലുള്ള സ്ഥാപനങ്ങളുടെ ലിസ്റ്റ് എടുത്താൽ, അങ്ങനെ വിദ്യാഭ്യാസത്തിന് വേണ്ടി കാംക്ഷിച്ചിരിക്കുന്ന, ദാഹിച്ചിരിക്കുന്ന യുവതീയുവാക്കന്മാരിൽ 100 പേരിൽ 5% പ്രയോജനം വരുന്ന വിദ്യാഭ്യാസപരമായ ഉപാധികൾ നമുക്കില്ല. എഡ്യൂക്കേഷൻ ഈസ് എ ഡൊമെയിൻ ഓഫ് ക്രിമിനൽ നെഗ്ലെക്റ്റ്. അതാണ് ഇതിൻ്റെ മൂലകാര്യം. ഇപ്പോൾ NTA, നാഷണൽ ടെസ്റ്റിംഗ് അതോറിറ്റി, അവിടെയുള്ള ഓരോ വ്യക്തികളും അവർക്ക് ഉത്തമ ബോധ്യമുണ്ടാകുകയാണ്, ഇപ്പോഴത്തെ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വിദ്യാഭ്യാസം അത് പരിപാവനമായൊരു പ്രക്രിയയാണ്. അവർ ആത്മാർത്ഥമായിട്ട് വിശ്വസിക്കുന്നു നേഷൻ ബിൽഡിംഗ്, രാഷ്ട്ര നിർമ്മാണത്തിൽ ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന ഘടകം വിദ്യാഭ്യാസമാണ്. അതുകൊണ്ട് പ്രൈം മിനിസ്റ്റർ തൊട്ട് മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റ് വരെ എല്ലാവർക്കും വിദ്യാഭ്യാസത്തെ പറ്റി ഒരു പ്രത്യാശയുണ്ട്, ഒരു കരുതലുണ്ട് എന്ന ഒരൊറ്റ ബോധ്യമുണ്ടെങ്കിൽ ഇതൊന്നും പിന്നെ സംഭവിക്കില്ല. വിദ്യാഭ്യാസത്തെ ആളുകൾ കപ്പലണ്ടി പോലെ, അതിനേക്കാൾ മോശമായിട്ടാണ് കരുതുന്നത്, പിണ്ണാക്ക് പോലെയാണ് കരുതുന്നത് എന്നതാണ് ഈ പ്രശ്നത്തിൻ്റെ മൂലകാരണം. ഇതിനെപ്പറ്റി അധികമായി പല കാര്യങ്ങൾ പറയാനുണ്ട്, പക്ഷേ കൂടുതൽ പറഞ്ഞാൽ എല്ലാവരും എന്നെ പഴിക്കും. ദീർഘമായി ഞാൻ എന്ത് ചെയ്യാനാണ്? കാര്യങ്ങൾ വസ്തുനിഷ്ഠമായി അവതരിപ്പിച്ചില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം, അതിൻ്റെ വ്യാപ്തി, അതിൻ്റെ ഗാംഭീര്യം മനസ്സിലാകത്തില്ല എന്നതുകൊണ്ടാണ് ഏതായാലും ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. നിങ്ങൾ ഈ വിഷയം ശ്രദ്ധിക്കണം. 10 പേരെ പിടിച്ച് ജയിലിട്ടത് കൊണ്ട് ഈ പ്രശ്നം പരിഹരിക്കപ്പെടുകയില്ല. അങ്ങനെ ആരും ചിന്തിക്കരുത്. അത് യാഥാർത്ഥ്യബോധമില്ലാത്തവർക്ക് വിഴുങ്ങാവുന്ന ഒരു മിഥ്യാബോധമാണ്. ഇതിന് മാറ്റം വരണമെങ്കിൽ അതിൻ്റെ സമീപനം വേറിട്ടുള്ള സമീപനമായിരിക്കണം. അതെന്താണെന്ന് ഞാൻ തൽക്കാലം ഇപ്പോൾ പറയുന്നില്ല. ഞാൻ ചില സൂചന ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ കൈകാര്യം ചെയ്തൊരു മേഖലയാണിത്. വിദ്യാഭ്യാസത്തിൽ ഒരു കടുകുമണി അഴുക്ക് കയറാതെ അത് അതിവിശുദ്ധമായ ഒരു പ്രക്രിയയെ കാത്തു സൂക്ഷിക്കാൻ കഴിയുമെന്ന് ആധികാരികമായ സാക്ഷ്യം വഹിക്കുവാൻ എനിക്ക് അവകാശമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്, ഞാൻ എൻ്റെ ചുമതലയിലായിരുന്ന കോളേജിൽ അഴിമതി കാണിക്കാൻ ഒരുത്തൻ ചിന്തിച്ചാൽ അവൻ അറിയാതെ വിറയ്ക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഞാനിത് വീമ്പ് പറയുന്നതല്ല, അതിനുവേണ്ടി ജീവൻ പണയപ്പെടുത്തി ഞാൻ സമരം ചെയ്തതാണ്. അത് അംഗീകരിക്കാത്ത ആരും അല്പം വിവരമുള്ളവർ ഡൽഹിയിലില്ല. ഞാൻ പറഞ്ഞത്, വിദ്യാഭ്യാസ മേഖലയിൽ നിന്ന് അഴിമതി 100% നിർമ്മാർജ്ജനം ചെയ്യാൻ സാധ്യമാണ്. പക്ഷേ അതിന് തക്കതായൊരു സമീപനവും തക്കതായ ഒരു സാഹചര്യവും, ക്ലൈമറ്റ് ഓഫ് ഒപ്പീനിയൻ എന്ന് ഇംഗ്ലീഷിൽ പറയും, അത് സൃഷ്ടിക്കാതെ ചില ആളുകളെ മാത്രം പിടിച്ചുകൊണ്ടുപോയി അവിടെ കൊണ്ടുപോയി ഇവിടെ കൊണ്ടുപോയി കുറേ നാളൊക്കെ കോടതി തിണ്ണനിറങ്ങി അവർ മാനമായിട്ട് പോകും, അടുത്ത ഷോപ്പ് തുടങ്ങുകയും ചെയ്യും. ഇതാണ് നടക്കുന്നത്. ഇതുവരെ അങ്ങനെ നടന്നു. ഇതിപ്പോൾ ആദ്യമായി നടക്കുന്ന സംഭവമല്ല. ഇതിന് മുമ്പ് നടന്ന എത്രയോ ടെസ്റ്റുകളിൽ കഴിഞ്ഞ വർഷങ്ങളിൽ ഇതേ പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ പിന്നെ ആളുകൾ കുറച്ചുകൂടെ സംസാരിച്ചു തുടങ്ങി. യുവതീയുവാക്കന്മാർ അത്രമാത്രം നിരാലംബരാണ്, ഫ്രസ്ട്രേറ്റഡാണ്.
അതുകൊണ്ട് അവർ തെരുവീഥിയിൽ വരുന്നു. രാഷ്ട്രീയമായൊരു പ്രതിപക്ഷം ഇങ്ങനെ എങ്ങനെയോ ഉണ്ടായി, അത്ഭുതത്തിൽ അത്ഭുതമുണ്ട്. അതുകൊണ്ട് മാത്രമാണ് ഇത് നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടത്. അല്ലെങ്കിൽ ആരും ഇത് മൈൻഡ് ചെയ്യത്ത് പോലുമില്ല. അപ്പം ഞാൻ പറഞ്ഞത്, നമ്മുടെ ഇന്ന് ഭാരതത്തോട് ചെയ്യുന്ന ഏറ്റവും വലിയ അപമാനം വിദ്യാഭ്യാസത്തെ ഈ വിധത്തിൽ ചവിട്ടി മെതിച്ച് ചപ്പും ചവറുമായി അധപ്പതിപ്പിച്ചു എന്നതാണ്. ഇതിന് ഒരു വലിയ സങ്കടത്തിൻ്റെ ചരിത്രമുണ്ട്. അത് നിങ്ങൾക്കും അല്പമൊക്കെ ബോധ്യമുണ്ടാകുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നീട്ടുന്നില്ല, ദീർഘിപ്പിക്കുന്നില്ല, ക്ഷമിക്കണം. നമസ്കാരം.